ആള് തന്നെ ഫോണിലാണല്ലോ മണി. എന്ത് എനിക്ക് ഫോണിൽ നോക്കാൻ പാടില്ലേ? പിന്നെ മണി അച്ഛൻ നേരത്തെ ആണല്ലോ ഇന്ന്. എന്ത് പറ്റി? ഇന്ന് നേരത്തെ പോണം മക്കളെ, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അച്ഛന്. അതെ, തിരിച്ചു വരുമ്പോഴേ 2 കവർ പാല്, 1 പാക്കറ്റ് പപ്പടം. ഇന്ന് മുതൽ രാത്രി കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയാ? നന്നായി, എനിക്കും അതാണ് ഇഷ്ടം. എല്ലാവർക്കും അത് മതി. പാലു മാത്രം മതി, പപ്പടോ? പാലും പപ്പടവും വേറെ ഒന്നും വേണ്ടല്ലോ. വേറെ എന്തുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. അച്ഛൻ പോട്ടാ. എന്താ കഞ്ഞി ഇന്ന്? കഞ്ഞിയാണ്, അത്രേ ഉള്ളൂ. എന്തോ അമ്മ ഇങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടണേ? കാര്യം എന്ത്? എന്തമ്മാ? ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്നും പറയുന്നില്ല. ഇതെന്തോന്ന് കഷ്ടം ഇത്. പറ അങ്ങോട്ട്, എന്ത് സംഭവം? എന്ത് ഈ സമയം ഇപ്പൊ എത്രയായി? സമയം ഇപ്പം ഒരു 8:30. ഇപ്പോഴാണോ എണീച്ച് വരുന്ന സമയം? അതിന് രാവിലെ എണീച്ചിട്ട് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനൊക്കെ എന്റെ കൊച്ചിലുണ്ടല്ലോ, സൂര്യൻ തലയ്ക്ക് വെള്ളി വരുന്നതിന് മുന്നേ എണീച്ച് കുളിച്ച് നേരെ അമ്മയെ സഹായിച്ചതിന് ശേഷം സ്കൂളിൽ പോകുമായിരുന്നു. അറിയോ? അറിഞ്ഞൂടാ. പെൺകുട്ടികളെന്ന് പറഞ്ഞാലേ വീടിന്റെ വിളക്കാണെന്നാണ്. വിളക്കെന്ന് വെച്ചാൽ പ്രകാശം പരത്തുന്നവർ, അല്ലാതെ ഇരുട്ട് പരത്തുന്നവർ എന്നല്ല. തോന്നുന്ന സമയത്ത് എണീച്ചിങ് വന്നോളൂ. കളിയാക്കുന്ന അഹങ്കാരം കാണിച്ചിട്ട്. അല്ലമ്മ, എൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ എനിക്ക് രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടാണ്. രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ തൊട്ട് രാവിലെ എണീക്കാം, ഒരു 8 മണിക്ക്. നിങ്ങൾ കൂടുതൽ കണ്ടീഷൻ ഒന്നും പറയണ്ട. നീ ആദ്യം പോയിട്ടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്. തൂത്ത് വരാനാ? എന്നിട്ട് ഭക്ഷണം കഴിച്ചാ മതി. ഷോ അമ്മ, എന്റെ സ്ഥാനത്ത് ഒരു ആൺകൊച്ചായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. അമ്മ നീ ഇപ്പൊ ആൺകുട്ടിയല്ലല്ലോ, പെങ്കൊച്ചല്ലേ. പെങ്കച്ചുങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പെൺകുട്ടികളോട് പറയും, ആൺകുട്ടികളോട് പറയേണ്ട കാര്യം ആണുങ്ങളോട് പറയും. ഓഹോ, രണ്ടുപേരുടെ അടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി പറയുമല്ലോ. അതൊക്കെ മാറ്റി അമ്മ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാർക്ക് ഒരുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പെൺകുട്ടികൾക്കൊന്ന് ആൺകുട്ടികൾക്കൊന്ന്. പെൺകുട്ടികൾ നേരം വെളുക്കും മുമ്പ് എണീക്കണം, ആൺകുട്ടികളോ എണീച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെന്തോ കഷ്ടം ഇത്. നീ നേരം വെളുക്കുന്ന കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നേരത്തെ എണീക്കുന്ന ആൺകുട്ടികളുണ്ട്. നിനക്ക് അറിയാന്നുള്ള 2 ആണുങ്ങളുടെ കാര്യം തന്നെ എക്സാമ്പിൾ പറയാം. മണിക്കുട്ടൻ ചേട്ടൻ രാവിലെ 5 മണിക്ക് മുന്നേ എണീക്കും, ആണോ അല്ലയോ? എന്നിട്ട് പറമ്പിൽ പോയി പണിയെടുക്കും. നിന്റെ അച്ഛൻ വെളുക്കും മുമ്പ് എണീക്കോ? എന്നിട്ട് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നുണ്ടോ? എനിക്ക് അവർക്കൊക്കെ ജോലിയില്ലേ അമ്മ, എനിക്ക് ജോലിയും കൂലി ഇല്ലല്ലോ. നിനക്ക് ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ടാണ് ജോലി പറഞ്ഞത്. ഇനി മുതൽ മര്യാദക്ക് രാവിലെ എണീക്കോ വേണത് പറഞ്ഞ കാര്യം ചെയ്യും. അമ്മ എനിക്ക് വിശക്കണം അമ്മ, തിന്നിട്ട് ചെയ്യാം പ്ലീസ്. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ എന്റെ നേരെ ഓപ്പോസിറ്റ് പറയില്ലേ. മുറ്റം അടിച്ചിട്ട് കഴിച്ചാൽ മതി എന്നല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. മുറ്റം അടിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ അടുക്കളയുടെ ഭാഗത്തോട്ട് പോക്കുവരും. എന്താണ് രാവിലെ നീ ജിമ്മിൽ പോയില്ലേ? ഇല്ല. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി അമ്മ. രാവിലെ എണീച്ചില്ലായിരുന്നു. പോടി, വെളിച്ചടിച്ചാണോ ചിലപ്പോ. ജിമ്മില് അവിടെ പണി നടക്കുന്നു, അതുകൊണ്ട് ഇന്ന് പോണ്ട. ബെസ്റ്റ്. ഞാൻ ഇവിടുത്തെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു നിന്റെ ചേച്ചിയെ കണ്ടുപിടിക്കും നേരത്തെ എണീക്കണ പോലെ. അതല്ല, നിങ്ങൾ രണ്ടുപേരുടെയും വർക്കൗട്ടിന്റെ കാര്യം എന്തായി? തുമ്പയൊന്നും എനിക്ക് പറ്റൂല. അതേപോലെ നടക്കാൻ പോക്കും നടക്കണില്ല. എടി ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് സമയമില്ല. ഇപ്പോഴത്തേക്ക് തളർന്നു പോണു മനുഷ്യൻ. അമ്മ, സുംബ ചെയ്യണമെന്നൊന്നും ഇല്ല. പിന്നെ അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കലയുണ്ട്. എന്താണെന്നറിയോ? ഡാൻസ്. അത് പ്രാക്ടീസ് ചെയ്താ പോരെ, ഈ വണ്ണമൊക്കെ കുറയും. ശരിയാണ് അമ്മ. അമ്മ പ്രാക്ടീസ് ചെയ്യുമ്പോ എനിക്കൊരു ഞാനും കുറച്ച്. അതൊന്നും ശരിയാവില്ല. ഞാൻ ടച്ച് വിട്ടിരിക്കില്ല. ഡാൻസ് ഒക്കെ നിർത്തിട്ട് എത്ര കാലമായി. ഇതൊക്കെ ചെയ്യുമ്പോ വരും അമ്മ. അമ്മ വാ, നമുക്ക് നോക്കാം. വീണ്ടും തുടങ്ങാലോ. എന്താ പറയുന്നു? മണി പറ. ആലോചിക്കാം. നമുക്ക് അങ്ങോട്ട് മാറുന്നാളി. വാ, ഫോൺ കൂടെ വെച്ചു. അമ്മ
കൊള്ളാമോ കൊള്ളാം. അയ്യോ ശ്വാസം മുട്ടുന്നു. തളർന്നാ? പിന്നെ എത്ര കാലം ഡാൻസ് ചെയ്തിട്ട് ശ്വാസം മുട്ടൂലേ? അമ്മ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടാ. ചോദിക്ക്. പക്ഷേ വലിയ വലിയ സംശയം വലുതാണെങ്കിൽ ചോദിക്കണ്ട. അത് നിന്റെ അച്ഛൻ വരുമ്പോൾ ചോദിച്ചത്. ചെറുതല്ലാതാണെങ്കിൽ ചോദിച്ചോ. വലിയ സംശയമൊന്നുമില്ല, ചെറിയ സംശയം തന്നെ. പറ. അച്ഛനെ അമ്മയെന്ന് പറഞ്ഞ ജീവനാണേ. അതിനെന്ത് ഇത്ര സംശയം? എന്റെ ചേച്ചി, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ, വെറുതെ തോക്കിക്കേറി വെടിവെക്കല്ലേ. അപ്പൊ ഇത്രയും ജീവനായ അമ്മയുടെ മനസ്സറിയാൻ അച്ഛന് പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞ എന്തുകൂടി ഇവള് പറയുന്നേ? കാര്യം തെളിച്ചു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അമ്മ അമ്മ ഇപ്പൊ വലിയ കാര്യമാണ്. ആർക്ക്? അച്ഛന്. ഓ അങ്ങനെ. പക്ഷെ അമ്മയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അച്ഛന് പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എടി പെണ്ണെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിച്ച് പറ. ഇത് എന്തോ വിളിച്ചു പറയാൻ? തെളിച്ചു പറയാൻ. തെളിച്ചു പറ. അമ്മ അമ്മയ്ക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ജീവനാണല്ലോ. ഓ ആണ്. അമ്മയ്ക്ക് കല്യാണത്തിന് ശേഷം ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ട്? അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ടാണെന്നായിരിക്കും അല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം രവിയേട്ടൻ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പഠിക്കാൻ പോവാ. ഞാനാണ് പോവാത്തത്. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ. രവിയേട്ടൻ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന ഒരാള്. എന്റെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു രീതിയായിരുന്നു. അപ്പൊ അച്ഛന് എന്റെ രീതികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊന്നും പറ്റൂലായിരുന്നു. അച്ഛൻ ശരിക്കും ഭയങ്കര വൃത്തിക്കാരനാണ്. സാധനങ്ങളൊക്കെ കൃത്യമായ സ്ഥലത്തെല്ലാം വേണം. അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ്. പിന്നെ ഭയങ്കര മുൻകോപം. പെട്ടെന്ന് കയറി അങ്ങ് ചൂടാവും. ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോകില്ല. പോണെന്നുള്ള തോന്നൽ, സ്വന്തമായിട്ട് പോയി കാണുന്നുള്ള തോന്നലും വരൂല. എന്തിനു കൂടുതൽ പറയണം, എൻ്റെ അടുത്ത് ഇത്തിരി വർത്താനം പോലും പറയില്ല. അതിൽ വരെ പിശുക്കായിരുന്നു. അപ്പൊ ആ ഒരു രീതി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നേ. ഇതെന്താ ഇങ്ങനെ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ. പക്ഷെ പിന്നീട് ഞാൻ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ കറക്റ്റാണ്. അച്ഛൻ അച്ഛൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു. ഞാൻ എൻ്റെ രീതിയിൽ വരണമെന്ന് വെച്ചാൽ വാശി പിടിക്കലാവൂലേ? അത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ അച്ഛൻ്റെ രീതികൾ മനസ്സിലാക്കി അച്ഛൻ്റെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തുടങ്ങി. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതേ ഒരു സീസോ മാതിരിയാണ്. സീസോയോ? പാർക്കിലെ കുട്ടികൾ കളിക്കുന്ന സീസോ ഉണ്ടല്ലേ, രണ്ട് സൈഡിൽ ഇരുന്നിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മനസ്സിലായത് ഈ ഫാമിലിയും സീസോയും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലായില്ല. സീസോ ഗെയിം എങ്ങനെയാണ്? ഒരാള് പൊങ്ങുമ്പോ ഒരാള് താന്നു കൊടുക്കും, മറ്റൊരാൾ പൊങ്ങുമ്പോ അദ്ദേഹം താന്നു കൊടുക്കും. ലൈഫില് രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് ഒരാളങ്ങ് കയറി ചൂടാവും. അപ്പൊ മറ്റേ ആൾ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവൂ? ആ വഴക്കങ്ങ് സോൾവ് ആവൂലേ? മറ്റേ ആളങ്ങ് താഴ്ന്നു കൊടുക്കുക, ഇയാളങ്ങ് പൊങ്ങുമ്പോ ഇദ്ദേഹം താഴ്ന്നു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ബാലൻസ് വരും ലൈഫില്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ലൈഫ് പോകും. ഭയങ്കര സംഭവമാണ് കേട്ടാ. ശരീരം നിറച്ച് ബുദ്ധിയാന്ന് തോന്നുന്നു. കണ്ടില്ലേ? അതല്ലേ ഞാനിങ്ങനെ വരുന്നത്. എന്തൊക്കെ സംശയമാണ് പിള്ളേരെ നിങ്ങൾ ചോദിക്കണത്? എന്ത് ചെയ്യാനാ, ഒരുപാട് സംശയം ഒന്നും ചോദിക്കരുത് കേട്ടോ. ഈ ഓട്ടയും അടച്ചു വെച്ചേരെ. അച്ഛൻ വരുന്നു. മുഖം പാടി. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തലവേദനയാ? ഇനി ഒരു ചായ എടുക്ക്. ചായ എടുക്ക. ആശുപത്രി പോകണം? ഡോക്ടർ വേണ്ട, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. പനിയൊന്നുമില്ലല്ലോ? ഇല്ല, ചെറിയ തലവേദന മോളെ. കിടക്ക് പോ. ഞാൻ പോയി ചായ ഉണ്ടാക്കി കൊടുക്കാം. സീസോ പാവ അച്ഛൻ ജോലിയൊക്കെ ചെയ്തു വന്നെ ഇതായിരിക്കും ടെൻഷൻ. എങ്ങനെ ടെൻഷൻ വരാതിരിക്കും? ഈ വീട്ടു ചെലവും നിന്റെ തീറ്റ ചെലവും ഒക്കെ അച്ഛനല്ലേ ഉള്ളൂ നോക്കാനായിട്ട്. പാവം. പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛന്റെ വിധി. എന്താടി നീ ഇങ്ങനെ ചിരിക്കണേ? അല്ല, ഞാൻ സാധാരണ എന്തെങ്കിലും പറയുമ്പോ തിരിച്ച് തർക്കുത്തരം പറയുമല്ലോ. നീ എന്താ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കണേ? ചേച്ചി പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞായിരുന്നു. നേരത്തെ അമ്മ പറഞ്ഞില്ലേ സീസോ? പറഞ്ഞു. ഒരാള് വഴക്കിടുമ്പോ മറ്റാള് താന്നു കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ ഈ ജാട വർത്താനം കേട്ടിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കണില്ല. കൂടുതൽ കിടന്ന് വിളച്ചിലെടുത്ത് മിരിയാക്കോലെ ഞാൻ തിന്നുന്നുണ്ടെങ്കിൽ എന്റെ അച്ഛൻ സമ്പാദിച്ചുണ്ടാക്കുന്ന കാശിനാണ് തിന്നണ. നിന്നെ ഉണ്ടല്ലോ എടി ജാട വർത്താനം പറയാനാണെങ്കിൽ മാമൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 19 അടവ് പറയൂലേ, അത് ഞാൻ ഇവിടെ അങ്ങ് പ്രയോഗിക്കും. ഞാൻ അടവ് കാണിച്ചു തരാം. നിന്നെ ആരാ വിളിക്കുന്നടി? അതോ അങ്ങോട്ടൊക്കെ കൊല്ലാൻ വരുന്നേ കേട്ടാ.
എന്ത് നേരത്തെ വന്നേ? അത് മണി ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ, അത് നേരത്തെ കഴിഞ്ഞു. പിന്നെ അവിടെ വലിയ വർക്കും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാൻ ഒരു മൂഡ് ഓഫും. ഞാൻ ഇങ്ങനെ വന്നു. എന്ത് മൂഡ് ഓഫ്? ഒന്നുമില്ല, ചെറിയൊരു തലവേദനയാണ്. അതൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പറ. ഒന്നുമില്ലടി. പറ. നമ്മുടെ ഔസേപ്പേട്ടനില്ലേ എൻ്റെ ഓഫീസിലെ, ഞാൻ പറഞ്ഞിട്ടില്ലേ? സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഔസേപ്പേട്ടനെ കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മോള് മെറിൻ, ആ കുട്ടിക്ക് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസർ. പറഞ്ഞു എൻ്റെ അടുത്തത്. ഭാര്യയ്ക്കും വയ്യ, ഒത്തിരി പൈസ ചിലവായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം വന്ന് എൻ്റെ തോർച്ച് സങ്കടപ്പെട്ട് കാശൊക്കെ കടം ചോദിച്ചു. ഞാൻ ഒരു 15,000 രൂപ എടുത്ത് കൊടുത്തു. നന്നായി. എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്താ നല്ലതല്ലേ? പക്ഷെ നല്ല കാര്യം ചെയ്തിട്ടേ ദിവ്യേട്ടൻ എന്തിനു വിഷമിച്ചിരിക്കുന്നേ? വിഷമമല്ല, കൊടുത്തത് നല്ല കാര്യം തന്നെ. ഔസേപ്പേട്ടൻ കുറച്ച് സമാധാനമായിട്ടാണ് പോയത്, കെട്ടിപ്പിടിച്ച് കുറെ കരയൊക്കെ ചെയ്തു. പക്ഷെ മണി പ്രശ്നം അതല്ല. 2 ദിവസം കഴിഞ്ഞല്ലേ ഈ വീടിന്റെ ലോൺ EMI അടയ്ക്കണം. അപ്പം ഞാൻ സാലറിയിൽ നിന്ന് എടുത്താണ് ഇത് കൊടുത്തത്. അപ്പോൾ പൈസ ഇപ്പോൾ കുറവ് വന്നിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യുന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ. ദേവേട്ടാ, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. ഒരാളുടെ ആപത്ത് സമയത്ത് സഹായിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ അവസ്ഥയും കൂടെ ആലോചിക്കണ്ടേ? ഇവ നമ്മൾ എന്തോ ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടാവും. എന്ത് വഴി ഉണ്ടാവാനാണ്? നമ്മുടെ കയ്യിൽ ആ കൂടെ ഉള്ളത് ഈ ഒരു വീടും എൻ്റെ കയ്യിലുള്ള സ്വർണവും ആ ഒരു സ്കൂട്ടറുമാണ്. അതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇന്ന് വരെ ഞാൻ അതിന് ഇടവരുത്തിയിട്ടുണ്ടോ? അതൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഓരോ പിടിവാശികളും പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മണി, ഇത് പിടിവാശിയല്ല. നിനക്കറിയാലോ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഒന്നും പറയണില്ല. ഞാനും ഒന്നും പറയണില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ രവിയായിട്ട് എങ്ങനെയാ ചോപ്പിക്ക്? എന്ത് ഞാൻ പോവും. മതിയായോ നിനക്ക്? അയ്യടി, നീ ഇത് എങ്ങനെ ചെയ്യണതെല്ലാം കൂടെ? ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയല്ലോ. അച്ഛൻ അച്ഛാ, എന്താ എന്തൊരു മൂഡ് ഓഫ്? നേരത്തെ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണം. എന്ത് പറ്റി? ഒന്നുമില്ല. നീ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ ജിമ്മില്. ജിമ്മ് വരെ പോയതച്ചാ. ജിമ്മിൽ പോയോ? ജിമ്മിലെന്ത്? ജിമ്മിലെന്തോ രാവിലെ എനിക്ക് അവിടെ പണി നടക്കുകയായിരുന്നു, അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ്ങിൽ ഇവളെയും കൂടി വിളിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഇനി ഇവളെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവൂല, വണ്ണം വെച്ച് വരുന്നു. അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോയി ജിമ്മിലൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ച് പുതിയ അഡ്മിഷൻ ആവുമല്ലോ ജിമ്മുകാർക്ക്. ജിമ്മിലോ അഡ്മിഷനോ? അവിടെ ജോയിൻ ചെയ്യാൻ നിനക്ക് പൈസ എവിടെ നിന്ന് കിട്ടി? പൈസ ഞാൻ കൊടുത്തില്ല അച്ഛാ, നാളെ കൊടുക്കണം. അതാ ചോദിച്ചാ, നാളെ എവിടെ നിന്ന് കിട്ടും? എന്ത് ചോദ്യം അച്ഛാ? എന്റെ അച്ഛൻ തരും. അച്ഛാ, പിന്നെ എനിക്ക് ട്രെഡ്മില്ലും കൂടെ മേടിച്ചു തരുമോ? അച്ഛാ, അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ട്രെഡ്മില്ല് കിടപ്പുണ്ട്. 18,000 രൂപയേ ഉള്ളൂ. പുതിയതൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പൈസയാവും. ഇതാവുമ്പോ അമ്മയ്ക്കും കൂടി ഉപയോഗപ്പെടും. അത് ശരിയാ. അച്ഛൻ തന്നെ അച്ഛൻ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണേ? പറ. എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കിയല്ലേ?
വായടച്ച് മിണ്ടായിരിക്കണോ രണ്ടും? ഞാനൊരു കിഴങ്ങനായ അച്ഛനാണെന്ന് വിചാരിച്ചാ? നീക്ക് ആരോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇടപെടുന്നത്? എനിക്ക് എന്താ ഇവിടെ നോട്ടടി ഉണ്ടെന്ന് വിചാരിച്ചാ? പിങ്കി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. ചുമ്മാ തിന്ന് നടക്കുക, വേറെ ഒരു പ്രയോജനവും ഇല്ല. രണ്ടും കൂടി ഇങ്ങനെ പൈസ ചെലവാക്കിക്കാൻ എടുക്കുന്നത്. അച്ഛ ഇത്രയൊക്കെ പറയാ, ഇവിടെ എന്ത് സംഭവിച്ചു? നിന്റെ അടുത്ത് ഇവിടെ അഭിപ്രായം ചോദിക്കുക ആരെങ്കിലും ചോദിച്ചാ? നീ പിന്നെ എന്തിനാ ഇപ്പൊ സംസാരിച്ചത്? രണ്ട് കയറി പോയിക്കണോ അത്? എപ്പോഴും അത് ഓരോ കാര്യം ട്രെഡ്മിൽ വാങ്ങിക്കണം പോലും 18,000 രൂപയ്ക്ക് അവൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ. ഓരോ കാര്യങ്ങൾക്ക് പൈസ 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 കൊടുത്തോണ്ടിരുന്നാ മതി. ഇവിടെ മനുഷ്യൻ എങ്ങനെ കഷ്ടപ്പെടുന്ന അവർക്ക് അറിയണ്ട. കഴിഞ്ഞ രവിയേട്ടാ, ഞാനൊരു കാര്യം പറയാം. രവിയേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ വിഷമോ ഉണ്ടെങ്കിൽ അത് പിള്ളേരെടുത്ത് തീർക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്ര പറഞ്ഞാൽ മനസ്സിലാവും. രവിയേട്ടൻ കഴിക്കണില്ലേ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചിരിക്കണോ? രവിയേട്ടൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കും തോന്നുന്നുണ്ടോ? എന്റെ മണി, എനിക്ക് വിശപ്പില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ചൂടാവാൻ വേണ്ടി പറയുന്നതല്ല. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛനോട് വിളിച്ച് പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങിക്കുക, EMI അടയ്ക്കുക, അത്രേ ഉള്ളൂ. ഇനി അച്ഛനോട് പറയാൻ മടിയാണെങ്കിൽ മണിക്കൂട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? രവിയേട്ടന്റെ പേര് പോലും പറയട്ടെ, എന്റെ ആവശ്യത്തിനാണെന്ന് പറയാം. അതൊന്നും ശരിയാവില്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ മണി? നീ കിടക്കാൻ നോക്ക്. ഞാനൊരു കാര്യം പറയാം. കിടന്ന് വിഷമിക്കണ കണ്ടപ്പം വിഷമം തോന്നിട്ട് ഞാൻ പറഞ്ഞതാ, അല്ലാതെ എനിക്ക് വേറെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് പോട്ട് മണി, അത് ശരിയാവില്ല. അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മണി, പിള്ളേർക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? പിള്ളേർ രണ്ടുപേരും വിഷമത്തിലാണ്. ഞാനാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാ പറയുകയും ചെയ്ത്. എടി, പിങ്കിമോള് വല്ലതും കഴിച്ചാ? രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല. അവർക്കേ ഞാൻ വഴക്ക് പറഞ്ഞ അത്ര വിഷമമൊന്നും വരില്ല. പക്ഷെ രവിയേട്ടൻ വഴക്ക് പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് ആണ്. പ്രത്യേകിച്ച് പിങ്കി മോക്ക്. ഒന്നും കഴിക്കാതെ അച്ഛൻ കഴിച്ചാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. എന്നാ ഞാൻ അവര് നോക്കിട്ട് വരാം. എന്താ നോക്കിട്ടോ അച്ഛാ? അച്ഛാ, അതെ, അച്ഛൻ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലേ അത് ഞങ്ങളോട് ഷെയർ ചെയ്യണം. ആൺകുട്ടികളെ പോലെയൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും നല്ലൊരു ജോലി കിട്ടുമല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ്റെ ഏത് അവസ്ഥയിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ അച്ഛാ, ചെയ്തു വെച്ചോ, ഇതൊരു 13,000 രൂപയുണ്ട്. എനിക്ക് ജിമ്മിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം കൂടി ഞാൻ കുറച്ചായിട്ട് കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാ. ഞാൻ വിചാരിച്ചു ഒരു വണ്ടി എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അല്ല, ആഗ്രഹമായിരുന്നു വണ്ടിയൊക്കെ എടുക്കണമെന്ന്. ഇനിയിപ്പോ അതൊന്നും വേണ്ട. ഇല്ല, ഇത് അച്ഛൻ വെച്ചോ. അതെ, അച്ഛൻ ഈ പൈസ കൊണ്ട് ലോൺ അടയ്ക്കണം. എന്റെ അച്ഛൻ ആരും മുമ്പേ തലവലിക്കുന്ന എനിക്കിഷ്ടമല്ല. അച്ഛൻ വേറെ വഴി കണ്ടോളാം. ഇല്ല, അച്ഛൻ അത് വെച്ചോ. അച്ഛാ, ഇത് അച്ഛൻ്റെ പിങ്കിമോളുടെ വക. അച്ഛൻ്റെ തീറ്റി പണ്ടാരം, അച്ഛൻ്റെ കാശെല്ലാം കളഞ്ഞു കുളിക്കുന്നവളെ, അച്ഛൻ തരുന്ന ഓരോ കാശും കുറച്ച് കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാ. 2,000 രൂപ ഉണ്ടാവും. അച്ഛൻ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ വെച്ചോ, ലോൺ അടയ്ക്കാൻ. രവിയേട്ടനെ ഇപ്പൊ മനസ്സിലായ മക്കൾക്ക് അച്ഛനോട് എത്ര ജീവനാണെന്ന്? അതെ അച്ഛാ, അച്ഛൻ ഭക്ഷണം കഴിക്കാത്തോണ്ടേ അച്ഛൻ കഴിക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് ജലപാനം ചെയ്യൂല എന്ന് ഞാൻ ശപഥം എടുത്തായിരുന്നേ. അച്ഛ അതുകൊണ്ട് വന്ന് കഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കണം അച്ഛാ. എന്തായാലും അവളുടെ വാശി തന്നെ ജയിച്ചല്ലോ. പിങ്കിമോളെ തോപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല രവിയേട്ടാ. വാ, മക്കള്